എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ബട്ടർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പിന് ശേഷം സ്കൂളിലും ഒരുപാട് തിരക്കായിപ്പോൾ, അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ കലോത്സവങ്ങളൊക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും അതിൻ്റെ ഓരോ തിരക്കുകളിലായി. പിന്നെ ഇപ്പോൾ ജില്ലാ കലോത്സവം നടക്കുകയാണ്. അതിൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ 4 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മത്സരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരക്കുള്ളൂ. പിന്നെ നമ്മൾ ഫ്രീ ആയി. പിന്നെ ഫ്രീ ആവല്ല, എക്സാമൊക്കെ വരാൻ പോവാണ്. എന്തായാലും അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ പണി ഇങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് നല്ലൊരു ബട്ടർ ചിക്കൻ്റെ വീഡിയോ ആണ്. നല്ല രസമുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള, എന്നാലും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ, അതായത് ഫ്രഷ് ക്രീം പോലുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ അതേ രുചിയിൽ നമുക്ക് ബട്ടർ ചിക്കൻ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. നമ്മളൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അവസാനം ഇടാം, അതാണ് നല്ല മണം ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. നമ്മളിത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിൽ മുറിച്ചെടുത്ത ഉള്ളി ഇതിനകത്തിട്ട് വഴറ്റുകയാണ്. വളരെ സിം ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം നേരം എടുത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ വലിയ പീസായിട്ട് തന്നെയാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് ചെറിയ പീസായി അരിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലോണം ബ്രൗൺ കളറായി വന്നോട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴറ്റി റെഡിയാവും. അപ്പോൾ ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിനി തക്കാളിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം നേരം സിം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായി കളർ മാറിയിട്ടുണ്ട്. നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും കൂടെ ഇട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റണം. തക്കാളി ഉള്ളി എല്ലാം കൂടെ നല്ലോണം, തക്കാളി വെന്ത് എല്ലാം ഉള്ളിയിലൊക്കെ നല്ലോണം പിടിച്ച് ഒക്കെ ഒന്നും തക്കാളി കാണാൻ പറ്റാത്ത പോലെ നല്ല മിക്സ് ആയിക്കോട്ടെ. നമ്മൾ പനീർ ബട്ടർ മസാല ഏകദേശം ഇതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ സ്റ്റീമിൽ ഇതെങ്ങനെ അങ്ങ് ഉള്ളി നല്ലോണം വെന്ത് വന്നോളും. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നില്ല, അതിന് പകരമാണ് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പിൻ്റെ ഒരു അരച്ച് ആ ഒരു മണം നല്ല രസമാണ്. ഇതെല്ലാം കൂടെ നല്ലോണം പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് വേറെ തന്നെ അരച്ച് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് കസൂരി മേത്തിയാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല മണമാണ്. ഈ ബട്ടർ ചിക്കൻ്റെയും പനീർ ബട്ടർ മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റ്, നല്ല മണം കൊടുക്കുന്നത് ഈ ഒരു കസൂരി മേത്തിയാണ്. അത് ഒഴിവാക്കാനേ പാടില്ല, അതെന്തായാലും ആഡ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് മസാലയാണ്. ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, വെറും മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഗ്രാമ്പൂ പട്ട നേരത്തെ ഇട്ടതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഗരം മസാലയുടെ ആവശ്യമില്ല. എല്ലാം കൂടി വേറെ മസാലകളൊക്കെ ഒരുപാട് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് വരിക. നല്ല ശരിക്കും ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മുളക് പൊടി മാത്രമേ വേണ്ടൂ. അപ്പോൾ മുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും കൂടെ കുറച്ച് ആഡ് ചെയ്യാം, നിർബന്ധമില്ല. അപ്പോൾ എരിവിന് വേണ്ടുന്ന നല്ല കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ല കറിക്ക് നല്ല കളർ ഉണ്ടാവും. നല്ല റെഡ് കളറിലാണ് കറി ഉണ്ടാവുക. ഇത് കുറച്ച് നേരം അടച്ചു വെച്ചും വഴറ്റിയും ഒക്കെ ആക്കി ആവശ്യത്തിന് നല്ലോണം എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കി തണിയാൻ വെക്കണം. തണിഞ്ഞതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ട് അടിക്കുകയാണ്. നല്ല പേസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ട്. അപ്പോൾ നല്ലോണം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളി ഉള്ളി ഉള്ള വെള്ളം തന്നെ മതിയാവും. അതിൽ തന്നെ നല്ലവണ്ണം അടിച്ചെടുക്കാം. ഇപ്പോൾ ഒത്തിരി കട്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട്, കഷ്ണമൊന്നും വേണമെന്നില്ല. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ആ ചീനച്ചട്ടി തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റ്, ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ അടിച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നോട്ടെ. തിള വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നല്ലവണ്ണം തിളച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ തെറിക്കുന്ന മാതിരിയൊക്കെ തോന്നും. അതൊന്നും പ്രശ്നമല്ല. കുറച്ച് വെള്ളം ഇത് വറ്റിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച് തണിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കട്ടിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിന് പാകത്തിനാക്കിയെടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത്തിരി കട്ടിയിലാണ് ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വെന്തോട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു ദോശക്കല്ല് എടുക്കാം. അതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കസൂരി മേത്തി കുറച്ചിട്ട് കൊടുക്കാം. നേരത്തെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് തീ ഓഫാക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് അതിൽ നിന്ന് നല്ലോണം ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ചു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും ആക്കി നല്ലോണം എണ്ണയിൽ മുക്കി പൊരിച്ചതല്ല, കുറച്ച് എണ്ണ ഒഴിച്ച് സിം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ്. എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. ഒരു സിം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ സ്റ്റൈലിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടെ തിളച്ച് തണിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അത്ര മതി. ഒരുപാട് വെള്ളമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ആണെന്നൊന്ന് തിളച്ചോട്ടെ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു ടേസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മധുരം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ബട്ടർ ചിക്കനിലൊരു ഇളം മധുരം, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി, ഒരുപാട് ഇടണ്ട, ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരവും ഉപ്പും അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ഗ്രേവിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച കസൂരി മേത്തിൻ്റെ ഇതാണ്. കസൂരി മേത്തി അത് നല്ലോണം പൊടിച്ച് നമുക്ക് ഈ അവസാനം ഇതെല്ലാം തിളച്ച് നല്ല പാകത്തിന് ഗ്രേവി ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി നല്ലോണം എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കസൂരി മേത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് ദോശക്കല്ലിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതാണ്. ഒരുപാട് ചൂടായി പോകരുത്. ദോശക്കല്ല് ഓഫാക്കിയതിന് ശേഷം അതിലിട്ടാൽ തന്നെ മതി. ആ പാകത്തിന് ചൂടായി ഇതാ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല മണമാണ്. ഇതാണ് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ്. ശരിക്കും ആ ഒരു മണമൊക്കെ വരുന്നത് ഇതിടുമ്പോഴാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലൊക്കെ നല്ലോണം ഇട്ടോളൂ. മല്ലിയിലൊക്കെയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പം കസൂരി മേത്തിയും മല്ലിയിലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറും കൂടെ കൂട്ടി സെർവ് ചെയ്താൽ മതി. നല്ല എന്താണ് ബട്ടറിൻ്റെ മണം. ഒരുപാട് ബട്ടർ വേണ്ട, ഇത്തിരി മതി. അധികം ബട്ടർ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 1/4 ടീസ്പൂൺ പോലെ ബട്ടറും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് വിളമ്പുമ്പോൾ ആ ചൂടോടെ കഴിക്കുക. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബട്ടർ ചിക്കൻ. ഇതിൽ പൊറോട്ടയും പിന്നെ ചപ്പാത്തിയും, ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പത്തിരിക്കും നല്ല രസമാണ്. നമുക്കിതിലേക്ക് ഇത് ചൂട് മാറിയിട്ടില്ല, ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇതിൻ്റെ മേലെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആ ചൂടോടെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമും മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഫ്രഷ് ക്രീം ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.